ഖത്താബ് ദുആ ചെയ്യിപ്പിക്കുകയാണ്. സ്വലാത്ത് ചൊല്ലുന്നവരെ പരിഹസിക്കുന്നവരില്ലേ, ദിക്ർ ചൊല്ലുന്നവരെ പരിഹസിക്കുന്നവരില്ലേ, അവർക്ക് സ്വഹാബത്തിന്റെ വഴി അറിയൂല കേട്ടോ. ഇരിക്കട്ടെ ഈ സഹോദരന്മാരെ, സല്ലിമു തസ്ലീമാ, നബി തങ്ങൾക്ക് സലാം പറയണം, നബി തങ്ങൾക്ക് സലാം പറയണം. ആ സലാത്തു സലാമും നിർബന്ധമായ സലാത്തും സലാമും ചൊല്ലുന്ന കർമ്മമാണ് നിസ്കാരം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് നിസ്കാരത്തിൽ പറയാതെ നിർവാഹമില്ല, നിർബന്ധമാണ്. അതുപോലെ സലാം അലൈക അയ്യുഹൻ നബി എന്നെങ്കിലും നിസ്കാരത്തിൽ പറയാതെ നിർവാഹമില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഓ നബിയായവരെ അങ്ങേക്ക് സലാം. പക്ഷേ അത് സാധാരണ നേതാവല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് സലാം പറയുമ്പോ അവിടെ കേൾക്കുമോ എന്നുള്ള സമയമുണ്ട്. അവിടുന്ന് തന്നെ ആ സംശയം തീർത്തു തരുന്നു. എനിക്ക് എവിടെ വെച്ച് എന്റെ ഉമ്മത്തുകൾ സലാം പറഞ്ഞാലും മടക്കും. അത് മടക്കാൻ വഫാത്തിന്റെ ശേഷം എനിക്ക് അല്ലാഹു സംവിധാനം തന്നിട്ടുണ്ടാകുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഉമ്മമാരെ, യുവാക്കളെ, കാരണവന്മാരെ, എന്ത് ജോലിത്തിരക്കായാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയേണ്ട നിസ്കാരം ഖളാക്കരുത് കേട്ടോ. ഒരു നേരത്തെ നിസ്കാരവും ഖളാക്കരുത് കേട്ടോ. അല്ലാഹു നിർബന്ധമാക്കിയത് എടുക്കാതെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല, നബിതങ്ങളിലേക്ക് അടുക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, അല്ലാഹുമായി കൂടുതൽ അടുക്കാൻ കഴിയുന്നവരുണ്ട്. ആ അടുപ്പം എന്ന് പറയുന്നത് സ്ഥലം കൊണ്ടുള്ള അടുപ്പമല്ല. അല്ലാഹു തആല സ്ഥലകാലതീതനാണ്. ആകാശങ്ങളും ഭൂമികളും അർശും കുർസിയും ലൗഹും ഖലമുമൊക്കെ പടച്ചവൻ അല്ലാഹുവാണ്. അതൊക്കെ പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു ഉണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ശൈഖ് മുഹമ്മദ് കാരക്കുന്ന് അത്തൗഹീദ് എന്ന പുസ്തകത്തിന്റെ അവസാനത്തെ പേജിൽ അല്ലാഹു തആല സിംഹാസനത്തിന്റെ മുകളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹനെ പറ്റിയുള്ള പിഴച്ച വിശ്വാസമാണ്. അങ്ങനെ അല്ലാഹ് പടച്ചതല്ലാത്ത ഒരു സിംഹാസനവും ഇവിടെ ഇല്ല. അല്ലാഹ് പടച്ച സിംഹാസനത്തിലേക്ക് അല്ലാഹുവിന് ആവശ്യവുമില്ല. അല്ലാഹു തആല പടക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ അന്നും അല്ലാഹുവിന് സ്ഥലത്തിന് ആവശ്യമില്ല, ശേഷവും അല്ലാഹുവിന് സ്ഥലത്തിന് ആവശ്യമില്ല. അല്ലാഹ് സ്ഥലകാലതീതനാണ്. അല്ലാഹു സ്ഥലങ്ങളെ മുഴുവനും പടച്ചവനാണ്. അന്നുള്ള പടച്ചവന് പിന്നീട് മാറ്റമില്ല. എന്നും അല്ലാഹു തആല ഒരുപോലെയാണ്. അല്ലാഹു തആലക്ക് ഒരു വിഷയത്തിലും തുല്യനില്ല. അവൻ ഒന്നിനോടും തുല്യനല്ല. അവൻ ഒന്നിലേക്കും ആവശ്യമില്ല. അവനിലേക്ക് ഒന്നുമില്ല. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ലോകത്തെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആൻ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, ആ ജമാഅത്ത് ഇസ്ലാമി പഠിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു മുകളിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കല്ലേ. അല്ലാഹു തആല സ്ഥലകാലതീതനാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹു ജല്ല ജലാലുഹു, സ്ഥലകാലാധീനായ അല്ലാഹു ജല്ല ജലാലുഹു അവനുമായി അടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ഥലം കൊണ്ടുള്ള അടുപ്പമല്ല, ആത്മീയമായ അടുപ്പമാണ്. ആ അടുപ്പം ലഭിക്കുന്നതാർക്കാണ്? അതേ, ഫർളുകളെല്ലാം എടുക്കുന്നു, ഹറാമുകളെല്ലാം കൈയൊഴിക്കുന്നു. മദ്യപിക്കാനില്ല, പലിശ വാങ്ങാനില്ല, കുടുംബബന്ധം മുറിക്കാനില്ല, ഒരാളെ ചീത്ത പറയാനില്ല, തെറി പറയാനില്ല, ഗീബത്ത് പറയാനില്ല, അതേ, നിന്ദിക്കാനില്ല, പരിഹസിക്കാനില്ല, അപമതിക്കാനില്ല, ഇൻസൾട്ടാക്കാനില്ല, വർഗീയതയ്ക്കില്ല, ഭീകരവാദത്തിനില്ല, തീവ്രവാദത്തിനില്ല, കളവ് പറയാനില്ല, വഞ്ചന നടത്താനില്ല, ചതിക്കാനില്ല. പിന്നെയോ എന്റെ രഹസ്യവും പരസ്യവും എന്റെ രാജാവായ റബ്ബ് അറിയുന്നു എന്ന വിശ്വാസത്തോടെ, അവന്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നു എന്ന ചിന്തയോടെ കൃത്യമായ റൂട്ടിലങ്ങ് ജീവിക്കുന്ന മനുഷ്യൻ ഫർളായതെല്ലാം ജീവിതത്തിലെടുക്കുന്നു, ഹറാമെല്ലാം കൈയൊഴിക്കുന്നു. അതിന്റെ പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പുണ്യകർമ്മങ്ങളില്ലേ, സുന്നത്തുകളില്ലേ. സലാത്ത് നിസ്കാരത്തിൽ നിർബന്ധമാണ്, ഖുതുബയിൽ നിർബന്ധമാണ്, അതുപോലെ തന്നെ മയ്യിത്ത് നിസ്കാരത്തിൽ നിർബന്ധമാണ്. അല്ലാതെയും സലാത്ത് പലപ്പോഴും സുന്നത്താണ്, എപ്പോഴും സുന്നത്താണ്. അതുപോലെ നിസ്കാരത്തിൽ സലാം ചൊല്ലൽ നിർബന്ധമാണ്. എപ്പോഴും റസൂലുള്ളാഹിന്റെ പേരിൽ സലാം ചൊല്ലിയാൽ അത് സുന്നത്താണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എഴുന്നേറ്റ് നമ്മൾ ചൊല്ലിക്കുക, യാ നബി സലാം അലൈക്കും
സ്വലാത്തുല്ലാഹി അലൈക്കും. നബിതങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും എപ്പോഴും സുന്നത്താണ്. അതുപോലെ സുന്നത്തല്ലേ ഖുർആൻ ഓതൽ, ഫാത്തിഹ ഓതൽ നിസ്കാരത്തിൽ വുജൂബാണ്. അല്ലാത്ത സമയങ്ങളിലും ഓ സ്ത്രീകളെ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ഖുർആൻ ഓതിക്കൂടാ. അല്ലാത്ത സമയങ്ങളിൽ ഖുർആൻ ഓതുന്നത് എപ്പോഴും സുന്നത്ത് തന്നെയാണ്. അതുപോലെ അതാ സക്കാത്ത് കൊടുക്കൽ വുജൂബാണ്. അല്ലാതെ ധർമ്മം ചെയ്യുന്നത് വലിയ പുണ്യകർമ്മമാണ്, നല്ല പുണ്യകർമ്മമാണ് ധർമ്മം ചെയ്യൽ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ആദ്യം തന്നെ ബുഖാരിയിൽ ഉദ്ധരിച്ചില്ലേ, ഖബറിന്റെ അടുക്കൽ വഅദ് പറയുന്നതിൽ പറയുന്ന അധ്യായം. ഇവ മഹാന്മാര് കിടക്കുന്നു, ഇതിന്റെ സമീപത്ത് വഅദ് പറയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള പുണ്യകർമ്മമാണ്. വഅദിന്റെ ഖബറിന്റെ സമീപത്ത് നബി തങ്ങൾ വഅദ് പറഞ്ഞിട്ടുണ്ട്. ഖബറിന്റെ സമീപത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖബർ സിയാറത്തിന് പോയിട്ടുണ്ട്. ഖബറിലുള്ളവരെ നബി തങ്ങൾ വിളിച്ചിട്ടുണ്ട്. യാ അഹ്ലൽ ഖുബൂർ, ഓ ഖബറാളികളെ എന്ന് ഖബറിലുള്ളവരെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് ഖബറിലുള്ളവർക്ക് നബി തങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട്. ഖബറിലുള്ളവരോട് സാധാരണ ജീവിതകാലത്ത് സംസാരിക്കും പോലെ നബി തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതാണല്ലോ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് ജീവിതകാലത്ത് പറയുന്നത് പോലെ മരണത്തിന് ശേഷം മരിച്ചവരോട് നബി തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പുറമെ ചിലർ പറയും ഖബർ സിയാറത്തിന് കുഴപ്പമില്ല, പക്ഷേ ഖബർ സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്തുകൂടാ. മുജാഹിദിന്റെ 1981 ഒക്ടോബറിൽ അൽമനാറിൽ ഞാൻ വായിച്ചു, ഖബർ സിയാറത്തിന് കുഴപ്പമില്ല, പക്ഷേ യാത്ര ചെയ്യാൻ ഖബർ സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്തുകൂടാണ്. ഖബർ ഇങ്ങോട്ട് വന്നിട്ടാ സിയാറത്ത് ചെയ്യാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ സഹോദരന്മാരെ, ഖബർ സിയാറത്തിന് വേണ്ടി സ്വഹാബത്ത് യാത്രയുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ അപ്പുറത്ത് നിന്ന് ഇറാഖിൽ നിന്ന് വന്നിട്ടുണ്ട്, അല്ല കൂഫയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതെ, അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്, ഇവിടെ പറയാൻ സമയമില്ല. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാൻ വേണ്ടി ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അത് പറയാൻ വേണ്ടി ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. ഇമാം സുമുഹൂദി അത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. ഇൽമില്ലാതെ വല്ലവരും പറഞ്ഞാൽ നിങ്ങളാരും പെട്ടുപോകണ്ട. ഇമാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്തേക്ക് അങ്ങോട്ട് ചെല്ലാറുണ്ട്. ചെന്നിട്ട് ആ ഖബറിലുള്ളവരെ വിളിച്ചുകൊണ്ട് സലാം പറയാറുണ്ട്. എന്ന് മാത്രമല്ല, ഖബറാളികളെ വിളിച്ച് സലാം പറഞ്ഞതിന് ശേഷം ചിലർ പറയും ഖബറിന്റെ അടുത്ത് പോകുന്നതിന് കുഴപ്പമില്ല, ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖബറിന്റെ അടുത്ത് പോയിക്കൂടാ എന്ന് ചിലർ പറയാറുണ്ട്. അവർക്ക് അള്ളാന്റെ റസൂലിനെ പരിചയമില്ല. അള്ളാഹുവിന്റെ റസൂൽ ഖബറിന്റെ സമീപത്ത് എന്നിട്ട് നടത്തിയ പ്രാർത്ഥന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേറെയും ഹദീസിന്റെ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രാർത്ഥന ഞാൻ പറയട്ടെ, യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ. വേറൊരു പ്രാർത്ഥന പറയട്ടെ, യഗ്ഫിറുല്ലാഹു ലനാ വലക്കും. ഖബറിലുള്ള ഖബറാളികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങളെ കൂടെ അടുത്ത് തന്നെ ഞങ്ങളും വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ, നിങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഖബറിങ്കൽ ദുആ, മരിച്ചവർക്ക് വേണ്ടിയും ഖബറിങ്കൽ ദുആ. നബിതങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചത്. ആ നബിതങ്ങളെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം. അല്ലാഹുമായി അടുക്കണമെങ്കിൽ അതാണ് സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് എന്റെ അടിമ ഞാനുമായി കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും. ഫർളിന്റെ പുറമെ സുന്നത്തും ധാരാളം നിർവഹിക്കുമ്പോ അല്ലാഹുമായി കൂടുതൽ അടുത്ത് അല്ലാഹു പറയുന്നത് ഹത്താ ഉരിത്തഹോ, ഞാൻ അവനെ അങ്ങ് സ്നേഹിക്കും. അള്ളാഹ് ഇങ്ങോട്ട് സ്നേഹിച്ചിട്ട് അത് വലിയ സംഗതിയാ അല്ലേ? നമുക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അങ്ങോട്ട് സ്നേഹിക്കാൻ, അയാൾ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ട് അല്ലേ? മുഖ്യമന്ത്രിനെ അങ്ങോട്ട് സ്നേഹിക്കുക, അയാൾ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞോക്കണ്ടേ ഇല്ലേ? ഇത് ലോകമൊട്ടാകെ അടക്കി പിടിച്ച രാജാവായ അല്ലാഹ്, അവൻ നമ്മൾ ഇങ്ങോട്ട് സ്നേഹിക്കും. എന്ത് വേണം? ഫർളിന്റെ ഓർമ്മ സുന്നത്ത് എടുക്കണം, സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ എടുക്കുക. അപ്പൊ അല്ലാഹു പറഞ്ഞു, ഞാൻ അവനെ സ്നേഹിക്കും. ഞാൻ അവനെ സ്നേഹിച്ചാലോ, കുന്തു സമ്മഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിസു ബിഹാ വരിജലഹു അല്ലതീ യംശീ ബിഹാ.
അവന്റെ കണ്ണും കാടും കയ്യും കാലും ഞാനാകുമെന്ന് അല്ലാഹു പറയുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരാളെ കൈയാകുമെന്നല്ല, അതിനർത്ഥം അവന്റെ കൈക്ക് അസാധാരണമായ കഴിവ് കൊടുക്കും, അവന്റെ കാലിന് അസാധാരണമായ കഴിവ് കൊടുക്കും, അവന്റെ കണ്ണിന് അസാധാരണമായ കാഴ്ച കൊടുക്കും, അവന്റെ കാതിന് അസാധാരണമായ കഴിവ് കൊടുക്കും. അത് തന്നെയാണ് സുഹൃത്തുക്കളെ മഹാനായ അബൂ ബിസ്റുൽ ഖൗലാനി തങ്ങള് അതാ തീയില് കടന്നിട്ട് കത്തിയില്ല. ഹാജാ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങള് തീയിലേക്ക് കടന്നിട്ട് കത്തിയില്ല. കൂടെ കൈപിടിച്ച് കയറ്റിയ കുട്ടിയും കത്തിയില്ല. അങ്ങനെയാ എങ്ങനെ ചന്ദനം ചാരിയാ ചന്ദനം മണക്കും, ആല ചാരിയാ ചാണകം മണക്കും. നല്ലവരോട് കൂടിയാൽ കൂടിയവരും ഉണ്ടാവും ബഹുമാനം. നല്ലവന്റെ കൂടെ പോയിരുന്നാൽ അത്തരച്ചോർക്കാന്റെ കൂടെ വരുന്നവരാ. അത്തരച്ചോർക്കാന്റെ കൂടെ ഇരുന്നാലോ ഇടക്കിടക്ക് സാമ്പിളിന് വരട്ടി കിട്ടും. ഇനി സാമ്പിളിന് വരട്ടി വേണ്ട സാമ്പിളിന് വരട്ടി തന്നില്ലെങ്കിലോ എന്നാലും അയാളെ സദസ്സിൽ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് സുഗന്ധം കിട്ടും. അയാൾ എണീറ്റ് പോകുന്നവരേ നല്ല മണം കിട്ടും, സുഗന്ധം കിട്ടും. അങ്ങനെയാണ് നല്ലവരെ കൂടെ പോയിരുന്നാൽ. നല്ല കൂടെ പോയിരുന്നാൽ നമ്മൾ നല്ലത് ചെയ്തില്ലെങ്കിലും അവരെ സദസ്സിന്റെ ബർക്കത്ത് കിട്ടും. എത്രത്തോളം അറിയും നിങ്ങള്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ